ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ? വർത്താനം സുഖം തന്നെ അല്ലേ എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്നറിയോ? റമളാൻ മാസമാണ്. അപ്പോൾ ഞമ്മക്കിവിടെ എനിക്ക് നോമ്പെടുക്കാൻ പറ്റൂല കേട്ടോ മക്കളെ. ഞാനേ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിക്കണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷമൊക്കെ നോമ്പെടുത്തിരുന്നു. അതിൻ്റെ മുന്നേ ഒരു വർഷം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വയ്യാതാവും, നോമ്പെടുക്കും, സുഖമില്ലാതാവും. അപ്പം അങ്ങനെ നിർത്തും 4 ദിവസം, പിന്നെയും അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ ഈ വർഷം എനിക്ക് നോമ്പെടുക്കാൻ തീരെ പറ്റായി അല്ല, എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് പറ്റും. പക്ഷേ എനിക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ രക്തം കുറയാണ്, അളവ് കുറയുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോമ്പെടുക്കാൻ പറ്റില്ല. ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തെ മരുന്ന് നിൽക്കാൻ പറ്റാത്ത മരുന്നാണ് ഇപ്പോൾ കഴിക്കുന്നത്. കാര്യമായിട്ട് എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ 4 പോയിൻറ്റിലായിരുന്നു രക്തം നിന്നീനത്. തീരെ നീക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എനിക്കിങ്ങനെ വീഡിയോ പിടിക്കാൻ എങ്ങനെയും കൂടിയും പിടിക്കാൻ പറ്റൂലേന്നു ഒരു 4 മാസം മുന്നേ. ഇപ്പോൾ കുറേ സമാധാനമുണ്ട്, അൽഹംദുലില്ലാ, റാഹത്താണ്. അപ്പോൾ നിങ്ങളൊക്കെ നോമ്പെടുക്കുന്ന ആൾക്കാർ ഇനിയും നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഞാനും എൻ്റെ ദുആയിൽ നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും എനിക്കും വേണ്ടി ദുആ ചെയ്യണം മക്കളെ. ഇന്നൊന്നല്ലൊന്നും ഇപ്പോൾ വീഡിയോ എടുക്കാത്തത് തന്നെ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഒരു മഴ കിട്ടി, പിന്നെ ഇപ്പോൾ ഇന്നലെ ഇന്നും കുറേശ്ശെ വെള്ളം കിട്ടിയിരിക്കണു. ചില ദിവസം ശരിക്കും വെള്ളം കിട്ടും, ചില ദിവസം ശരിക്കും വെള്ളം കിട്ടൂല. നമുക്കിവിടെ കിണറില്ല. ഒരു കിണർ കുത്തണം ഇൻഷാ അല്ലാ, ബോറേ പറ്റുള്ളൂ. നമ്മൾ നാട്ടിലത്തെ മാതിരി കിണർ കുത്താൻ പറ്റൂല, കുഴൽ കിണറേ പറ്റുള്ളൂ ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഈ മരുന്നും ടെസ്റ്റും കാര്യങ്ങളും ആയിട്ട് അതിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യത്തിനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഞാനും എൻ്റെ ദുആയിൽ നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ കാര്യമായിട്ട് വന്നിരിക്കുന്നത് ദുആയിൽ ഉൾപ്പെടുത്താൻ പറയാനാണ്. നോമ്പെടുക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ മക്കളെ. മനസ്സിന് നല്ല വിഷമമുണ്ട്. നമുക്ക് ഈ ഒരു റമളാൻ മാസം കിട്ടണത് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കിട്ടലല്ലേ. അതൊക്കെ നോമ്പെടുക്കാൻ പറ്റണത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ അതിന് പറ്റാത്തതുകൊണ്ട് നല്ല വിഷമമുണ്ട്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.